നമസ്കാരം. ബെസ്റ്റ് മീഡിയ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബസന്ത് മേരെ ഗാവ് കാ പാഠഭാഗത്തുനിന്ന് വരുന്ന ടെസ്റ്റ് വർക്കും ക്വസ്റ്റ്യൻ ആൻസറുമാണ്. ആദ്യം നമുക്ക് പാഠഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. उत्तराखंड के हिमालयी अंचल में फूलदेई को बच्चों का सबसे बड़ा त्योहार मानते हैं क्यों? ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്തുള്ള ഫുൽദേയി കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ഉത്തർ ഫുൽദേയി त्योहार का सारे काम केवल बच्चे ही करते हैं. ഫുൽദേയി ഉത്സവത്തിൻ്റെ എല്ലാ ജോലികളും കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. यह बच्चों की 21 दिन की परिश्रम है. ഇത് കുട്ടികളുടെ 21 ദിവസത്തെ അധ്വാനമാണ്. इस आयोजन में बड़ों की भूमिका केवल सलाह देने तक सीमित होती है. ഇതിൽ വലിയവർക്ക് ഉപദേശം നൽകുന്ന റോൾ മാത്രമേ ഉള്ളൂ. दक्षिणा के रूप में मिली सामग्री से बच्चे स्वयं सामूहिक भोजन भी बनाया जाता है. ദക്ഷിണയായി ലഭിച്ച സാധനങ്ങൾ കൊണ്ട് അവർ സമൂഹ സദ്യയും ഒരുക്കുന്നു. यह विशेष अवसर बच्चों में आत्मविश्वास की भावना जगाती है. ഈ വിശേഷാവസരം കുട്ടികളിൽ ആത്മവിശ്വാസം ഉണർത്തുന്നു. इसलिए यह बच्चों का सबसे बड़ा त्योहार मानते हैं. ഇതുകൊണ്ടാണ് ഫുൽദേയി കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവമായി കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. आपसी विश्वास के दम पर वर्षों से यहाँ ये लेन देन चल रहा है. यहाँ गाँव वालों की कौन सी विशेषता प्रकट होती है? പരസ്പര വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ വർഷങ്ങളായി ഈ കൊടുക്കൽ വാങ്ങൽ നടന്നു വരുന്നു. ഇവിടെ ഗ്രാമവാസികളുടെ എന്ത് പ്രത്യേകതയാണ് വ്യക്തമാക്കുന്നത്? ഉത്തർ യഹാ ഗാവ് വാലോं के परस्पर प्यार तथा विश्वास प्रकट होती है. ഇവിടെ ഗ്രാമവാസികളുടെ പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് വ്യക്തമാകുന്നത്. जब तक हिमालय रहेगा ऋतुओं के बदलने का उल्लास बना रहेगा. इसका क्या तात्पर्य है? ഹിമാലയം ഉള്ളിടത്തോളം ഋതുക്കൾ മാറുന്നതിൻ്റെ ഉല്ലാസവും നിലനിൽക്കും. എന്താണിതിൻ്റെ അർത്ഥം? ഉത്തർ ഭാരത് का मौसम बनाए रखने में हिमालय का प्रमुख स्थान है. ഭാരതത്തിൻ്റെ കാലാവസ്ഥ നിലനിർത്തുന്നതിൽ ഹിമാലയത്തിന് മുഖ്യമായ സ്ഥാനമുണ്ട്. इसलिए इस प्रकार कहते हैं कि जब तक हिमालय रहेगा ഋതുओं के बदलने का उल्लास बना रहेगा. അതുകൊണ്ടാണ് ഹിമാലയം ഉള്ളിടത്തോളം ഋതുക്കൾ മാറുന്നതിൻ്റെ ഉല്ലാസവും നിലനിൽക്കും എന്ന് പറയുന്നത്. അടുത്തത് ടെസ്റ്റ് വർക്കാണ്. പേജ് നമ്പർ 71 വരുന്ന ആദ്യത്തെ ടെസ്റ്റ് വർക്ക്. പ്രകൃതി വർണ്ണൻ സെ യുക്ത വാക്യ ലേഖ സെ ചുൻകർ ലിഖി. ജയ്സെ പ്രകൃതിയെ വർണ്ണിക്കുന്ന വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം. നാം പഠിച്ച ലേഖനത്തിൽ നിന്നും പ്രകൃതിയെ വർണ്ണിക്കുന്ന വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം. ഇപ്പോൾ 2 ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മകർ സംക്രാന്തിക്ക് ബാദ് സൂരജ് 15 ജൂലൈ के शिखरों से चौगंबा पर्वत की तरह खिसकना शुरू कर देता है. बसंत की गुनगुनी धूप जब दोपहरी में तबाने लगती है तब ऊंचे हिमालय शिखरों पर बुरांस चढ़कने लगते हैं. रेखांकित अंशों पर ध्यान दें और उनका विशेष अर्थ समझें. പാഠഭാഗ से ऐसे वाक्यों का चयन करें. അതായത് അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അതിനുശേഷം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാഠഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ തിരഞ്ഞെടുത്തെഴുതാം. പാഠഭാഗത്തു നിന്നും വരുന്ന 2 ഉദാഹരണം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. सूरज 15 जूली से घिसक कर जब नंदा पर्वत तक पहुंचता है तो पहाड़ों में फ्यूमली के पीले फूल गिलने लगते हैं. बुरांस के फूल पहाड़ों पर शानदार लालिमा बिछा देते हैं. അടുത്ത ടെസ്റ്റ് വർക്ക്. മനുഷ്യ और പ്രകൃതി के आपसी संबंध पर चर्चा करें. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. प्रकृति और मनुष्य हेडिंग കൊടുക്കാം. പ്രകൃതി और മനുഷ്യ दोनों का अटूट संबंध है. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ദൃഢമായ ബന്ധമുണ്ട്. दोनों का अस्तित्व एक दूसरे पर निर्भर रहता है. രണ്ടിൻ്റെയും നിലനിൽപ്പ് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. പ്രകൃതി नहीं तो मनुष्य नहीं. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല. മനുഷ്യ नहीं तो प्रकृति भी नहीं. മനുഷ്യനില്ലെങ്കിൽ പ്രകൃതിയുമില്ല. ഹർ പ്രാണി കാ അസ്തിത്വ ബനായെ രഖ്നെ കാ വിധാൻ പ്രകൃതി में है.
എല്ലാ ജീവികളുടെയും അസ്തിത്വം നിലനിർത്താനുള്ള ഏർപ്പാടുകൾ ഭൂമിയിലുണ്ട്. ഏക് കാ അസ്തിത്വ കേ ലിയേ ദൂസരോं का होना अनिवार्य है. ഒന്നിൻ്റെ നിലനിൽപ്പിന് മറ്റൊന്ന് അനിവാര്യമാണ്. लेकिन स्वार्थी मानव का अनियंत्रित शोषण तथा अत्याचार से प्रकृति का संतुलन नष्ट हो रहा है. എന്നാൽ സ്വാർത്ഥരായ മനുഷ്യരുടെ അനിയന്ത്രിതമായ ചൂഷണവും അക്രമവും കാരണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നതീജ ഹമേं പ്രകൃതി ദുർഘടനാओं का सामना करना पड़ता है. തൽഫലമായി നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വരുന്നു. പ്രകൃതി കാ അസ്തിത്വ മനുഷ്യോं के हाथों में है. പ്രകൃതിയുടെ അസ്തിത്വം മനുഷ്യൻ്റെ കൈകളിലാണ്. മനുഷ്യ ചാഹേ തോ പ്രകൃതി തഥാ അപ്നെ ആപ് കി രക്ഷ കർ സക്തേ ഹേ. മനുഷ്യൻ വിചാരിച്ചാൽ പ്രകൃതിയെയും നമ്മെ തന്നെയും രക്ഷിക്കാൻ കഴിയും. അടുത്ത ടെസ്റ്റ് വർക്കാണ്. ഉപയുക്ത വിഷയ പർ പോസ്റ്റർ തയ്യാർ കരേം. പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാം. വിശ്വ പര്യാവരൺ ദിവസ് ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജൂൺ 5-ാം തീയതിയാണ്. പ്രകൃതി ഹമാരി മാ ഹെ. പ്രകൃതി നമ്മുടെ അമ്മയാണ്. പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ. പ്രകൃതിയുടെ രക്ഷയാണ് നമ്മുടെ സുരക്ഷ. അടുത്ത പോസ്റ്റർ നോക്കാം. പ്രകൃതി നഹീം തോ മാനവ് നഹീം. പ്രകൃതി കാ ശോഷൺ മത് കറോ. പര്യാവരൺ की രക്ഷ ഹമാരി സുരക്ഷ. അടുത്തത് സഹി മിലാൻ കരേം. ഇത് വിക്ടേഴ്സ് ക്ലാസ്സിൽ ചോദിച്ചൊരു ആക്ടിവിറ്റിയാണ്. കറക്റ്റായിട്ട് യോജിപ്പിക്കാം. चौकंबा के पीछे सूरज के आने पर जेठ की गर्मी होती है. नंदा पर्वत के ऊपर सूरज के आने पर बसंत का आगमन होता है. पंजा जूली की ओर से सूरज के प्रकट होने पर हाथकंबा देने वाली डंड पड़ती है. गर्मी के महीनों में सड़कों पर यात्रियों की भीड़ है. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇത് വിക്ടേഴ്സ് ക്ലാസ്സിൽ വന്നതാണ്. വാക്കുകളുടെ വിശേഷൺ ശബ്ദം മനസ്സിലാക്കി കറക്റ്റായിട്ട് യോജിപ്പിക്കാം. നിച്ചിലെ ഇലാക്കെ, ആപ്പസി വിശ്വാസ്, സുദൂർ ദക്ഷിൺ, സർപ്പീലി സടക്, ബഹത്തി ഗംഗ, സീറ്റിനുമ ഗേത്ത്. അടുത്തത് ടെസ്റ്റ് വർക്കാണ്. പേജ് നമ്പർ 72. बसंत फूलदेई का त्योहार लेकर आता है. देर शाम तक बच्चे फूल चुनते हैं. सुबह पौ फटते ही बच्चों की डोलियाँ गाँव भर में घूमती हैं. रेखांकित शब्द क्रिया के किस समय को सूचित करता है? ഇതിൽ അടിവരയിട്ടിരിക്കുന്ന വാക്ക് ക്രിയയുടെ ഏത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തർ. रेखांकित शब्द वर्तमान काल प्रेजेंट टेंस के सामान्य वर्तमान काल को सूचित करता है. അടിവരയിട്ടിരിക്കുന്ന വാക്ക് വർത്തമാനകാലത്തിലെ സാമാന്യ വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നു. വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ऐसे अन्य वाक्य लिखें. സാമാന്യ വർത്തമാനകാലത്തിൽ വരുന്ന മറ്റുള്ള അന്യവാക്യങ്ങൾ കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂരജ് ഹർ സുബഹ് ബാലിഷ് ബർ ചലാങ് മാർത്താ ഹെ. ബസന്ത് में संगीत के सुर गुल जाते हैं. बाकी सारे काम बच्चे करते हैं. गंगा में पानी की धारा तेज हो जाती है. एक तारा के संगीत पर वे भजन गाते हैं. सुदूर दक्षिण से आने वाले महात्मा हमारे गांव तक आ जाते हैं. അടുത്ത ടെസ്റ്റ് വർക്ക്. യഹ് വാക്യ പഠേം. ഈ വാക്യം വായിക്കാം. इन फूलों को रिंगाल से बनी घास तरह की टोकरियों में रखा जाता है. ഈ പൂക്കളെ ഈറ കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം കുട്ടകളിൽ വയ്ക്കപ്പെടുന്നു. യഹാം ഫൂലോं को रिंगाल से बनी घास तरह की टोकरियों में किसके द्वारा रखा जाता है? ഇവിടെ പൂക്കളെ ഈറ കൊണ്ടുണ്ടാക്കിയ പ്രത്യേക കുട്ടകളിൽ ആര് മുഖേന വയ്ക്കപ്പെടുന്നു? ഉത്തർ. ബച്ചോं के द्वारा. കുട്ടികൾ മുഖേന. अब यह वाक्य पढ़ें. ഇനി ഈ വാക്യം പഠിക്കാം. बच्चे इन फूलों को रिंगाल से बनी घास तरह की टोकरियों में रखते हैं. കുട്ടികൾ ഈ പൂക്കളെ ഈറ കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം കുട്ടകളിൽ വയ്ക്കുന്നു. ഇൻ ദോനോ വാക്യോं पर ചർച്ച करें. ഈ രണ്ട് വാക്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഇതിൽ पहला वाक्य कर्म को प्रधानता देने वाला है.
इसे कर्मवाच्य कहते हैं. ആദ്യത്തെ വാചകം കർമ്മത്തിന് പ്രാധാന്യം നൽകുന്നതാണ്. ഇതിനെ കർമ്മവാച്യം എന്ന് പറയുന്നു. और दूसरा वाक्य कर्ता को प्रधानता देता है. രണ്ടാമത്തേത് കർത്താവിന് പ്രാധാന്യം നൽകുന്നു. इसे कर्तवाच्य कहता है. ഇതിനെ കർത്തൃവാച്യം എന്ന് പറയുന്നു. ഇത് ഗ്രാമറാണ്. ഈ ഗ്രാമറിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാച്യാണിത്. ഇത് 3ആയി തരംതിരിച്ചിരിക്കുന്നു. കർത്തൃവാച്യ, കർമ്മവാച്യ, ഭാവവാച്യം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാഠഭാഗത്തിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. Thanks for watching.